നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകും. അട്ടിമറി നടന്നുവെന്ന് കോൺഗ്രസ്. ഡൽഹിയിൽ പ്രതിഷേധത്തിനും ആഹ്വാനം. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കും നടി ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ നടി അൻസിബ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്ന് പോലീസിന്റെ റിപ്പോർട്ട്. SI രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ല. വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് SI ചെയ്തത്. പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് തൃക്കാക്കര SP റിപ്പോർട്ട് നൽകി. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതി ഗൗരവമുള്ളതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫോണിലേക്ക് അൻസിബ അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിലാണ് അൻസിബയെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ വനിതാ SI ആയ രേഷ്മ വിളിപ്പിച്ചത്. SI തന്നോട് മോശമായി പെരുമാറിയെന്നും 3 മണിക്കൂറോളം സ്റ്റേഷനിൽ പിടിച്ചിരുത്തി മാനസികമായി പീഡിപ്പിച്ചുവെന്നുമായിരുന്നു അൻസിബയുടെ പരാതി. മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ തൃക്കാക്കര SPക്കായിരുന്നു അന്വേഷണ ചുമതല. പരാതിയിൽ അൻസിബ, ലക്ഷ്മിപ്രിയ, SI രേഷ്മ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കും നടി ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ നടി അൻസിബ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്നൊരു റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ലഭിക്കുന്നത്. SI രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയെന്ന് കാണിച്ചായിരുന്നു രേഷ്മയ്ക്കെതിരെ അൻസിബ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു പരാതിയിൽ കഴമ്പില്ല എന്നൊരു റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും വരുന്നത്. താൻ വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ഈ ഒരു SI രേഷ്മ ചെയ്തത്. പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് തൃക്കാക്കര SP നൽകിയ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയും ഗൗരവമുള്ളതല്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഫോണിലേക്ക് അൻസിബ അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിലാണ് അൻസിബയെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ വനിതാ SI ആയ രേഷ്മ വിളിപ്പിച്ചിരുന്നത്. SI തന്നോട് മോശമായി പെരുമാറിയെന്നും 3 മണിക്കൂറോളം സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയെന്നും മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നുമാണ് അൻസിബ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പരാതിയിൽ കഴമ്പില്ല എന്നൊരു റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെയാണ് പരാതി നൽകിയത്. തൃക്കാക്കര SPക്കായിരുന്നു ഈ ഒരു വിഷയത്തിൽ അന്വേഷണ ചുമതല. എന്തായാലും പരാതിയിൽ അൻസിബ, ലക്ഷ്മിപ്രിയ, SI രേഷ്മ എന്നിവരുടെയൊക്കെ മൊഴി എടുത്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു പരാതിയിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്നൊരു റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. SI രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ല. വിവരങ്ങളൊക്കെ ചോദിച്ചറിയുക മാത്രമാണ് SI ചെയ്തതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ല എന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കപ കേസ് പ്രതിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം വാർഡ് BJP കൗൺസിലർ സുഗതനെ പോലീസ് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സാഹസികമായാണ് വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡിലായ സുഗതനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുഗതനെതിരെ പോലീസ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് കേസ്. സുഗതൻ 1-ാം പ്രതിയും സഹോദരൻ സന്ദീപിനെ 2-ാം പ്രതിയുമാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി സാഹസികമായാണ് സുഗതനെ പോലീസ് പിടികൂടിയത്. അറസ്റ്റ് തടയാൻ സുഗതനും അനുയായികളും ശ്രമിച്ചതോടെ വട്ടിയൂർക്കാവ് SHO വിപിൻ ആകാശത്ത് വെടിവെച്ചിരുന്നു. തുടർന്നാണ് സുഗതനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തിയിരുന്നു. ഹൈക്കോടതിയിൽ നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. അതേസമയം താൻ ചിക്കൻ ബോക്സ് ബാധിതനാണെന്നും പോലീസിനോട് കോടതിയിൽ ഹാജരാകാൻ 2 ദിവസ സമയം ചോദിച്ചിട്ടും അനുവദിച്ചില്ല എന്നും സുഗതൻ ആരോപിച്ചു. അറസ്റ്റിനെ എതിർത്ത തന്റെ ഭാര്യയെയും മകനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായും സുഗതൻ ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ കൗൺസിലറും ചേട്ടനും ചേർന്നാണ് പോലീസുകാരെ മർദ്ദിച്ചതെന്നും ആത്മരക്ഷാർത്ഥമാണ് വെടിയുതിർത്തതെന്നുമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. ഒരു ജീവൻ അപകടം പറ്റിയിട്ടും കോടതി
ഉത്തരവാണ് നീ ഇട് ആരും പാണിക്കാം നീ ഇട് ഇട് വാങ്ങി ഇടും നീ ഇട് കൊടുക്കും ഇങ്ങനെ ഇടും ഇങ്ങനെ കോഴിക്കോട് മുക്കത്ത് തെരുവ് നായ ആക്രമണത്തിൽ ലോട്ടറി വിൽപ്പനക്കാരന് പരിക്കേറ്റു. മുക്കം കച്ചേരി സ്വദേശി രവിക്കാണ് പരിക്കേറ്റത്. കാലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. അസുഖബാധിതനായ രവി മുക്കം ഹെൽത്ത് സെന്ററിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് മുൻവശത്ത് വെച്ച് തെരുവ് നായ കാലിൽ ചാടി വീണ് കടിക്കുകയായിരുന്നു. ഓടിയെത്തിയ ഓട്ടോ ഡ്രൈവറാണ് രവിയെ ഉടൻ തന്നെ മുക്കം ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചത്. ലോട്ടറി വിറ്റ് കുടുംബം പുലർത്തുന്ന രവിക്ക് പരിക്കേറ്റതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാക് വ്യോമാക്രമണം. 11 കുട്ടികളടക്കം 13 പേർ കൊല്ലപ്പെട്ടു. 14 പേർക്ക് പരിക്കേറ്റു. ഖോസ്റ്റ്, കുനാർ, പക്തിക പ്രവിശ്യകളിൽ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു ആക്രമണമെന്ന് താലിബാൻ വക്താവ് സാഹിബുള്ള മുജാഹിദ് അറിയിച്ചു. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ സുരക്ഷാ പോസ്റ്റിൽ പാക് താലിബാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാക് വ്യോമസേനയുടെ ആക്രമണം. ആക്രമണത്തിൽ 6 പോലീസുകാരാണ് കൊല്ലപ്പെട്ടത്. അഫ്ഗാനിസ്ഥാൻ അഭയം നൽകുന്ന ഭീകരർ രാജ്യത്ത് ആക്രമണം നടത്തുകയാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. അഫ്ഗാനിസ്ഥാനിലും വീണ്ടും പാക് വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു. 11 കുട്ടികളടക്കം 13 പേരാണ് ഈ ഒരു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിൽ 14 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാക് വ്യോമാക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിലാണ് ഇത്തരത്തിൽ കുട്ടികളടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഖോസ്റ്റ്, കുനാർ, പക്തിക പ്രവിശ്യകളിൽ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു ആക്രമണം. താലിബാൻ വക്താവ് സാഹിബുള്ള മുജാഹിദാണ് ഈ വിവരം അറിയിച്ചിട്ടുള്ളത്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ സുരക്ഷാ പോസ്റ്റിൽ പാക് താലിബാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാക് വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 6 പോലീസുകാരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ വരുന്നത്. അഫ്ഗാനിസ്ഥാൻ അഭയം നൽകുന്ന ഭീകരർ രാജ്യത്ത് ആക്രമണം നടത്തുകയാണ് എന്നാണ് പാകിസ്ഥാൻ ആരോപണം. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം ഇവർ നടത്തുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ 11 കുട്ടികളടക്കം 13 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ 14 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. പ്രധാനമന്ത്രി പദത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് മറികടന്ന് നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തിയെന്ന ഖ്യാതി ഇനി മോദിക്ക് സ്വന്തം. തുടർച്ചയായി 4399 ദിവസങ്ങൾ പ്രധാനമന്ത്രി പദത്തിലിരുന്ന നെഹ്റുവിന്റെ റെക്കോർഡാണ് മോദി മറികടന്നത്. റെക്കോർഡ് നേട്ടത്തിൽ പ്രധാനമന്ത്രിയെ ദേശീയ ജനാധിപത്യ സഖ്യം ആദരിക്കും. ഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന യോഗത്തിൽ NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള മുഖ്യമന്ത്രിമാരും മുതിർന്ന നേതാക്കളും പങ്കെടുക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കേന്ദ്രമന്ത്രിമാർ, BJP പ്രസിഡന്റ് നിതിൻ നബീൻ തുടങ്ങിയവരും പങ്കെടുക്കും. റെക്കോർഡ് നേട്ടമാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി പദത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി നിലനിന്ന വ്യക്തി എന്നൊരു ഖ്യാതി ഇനി മോദിക്ക് സ്വന്തമാണ്. തുടർച്ചയായി 4399 ദിവസങ്ങൾ പ്രധാനമന്ത്രി പദത്തിലിരുന്നു എന്നൊരു ഖ്യാതിയാണ് മോദിക്ക്. പദത്തിലിരുന്ന നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇപ്പോൾ മോദി മറികടന്നിട്ടുള്ളത്. എന്തായാലും റെക്കോർഡ് നേട്ടത്തിൽ പ്രധാനമന്ത്രിയെ ദേശീയ ജനാധിപത്യ സഖ്യം
ആദരിക്കുകയാണ്. ഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന യോഗത്തിൽ NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള മുഖ്യമന്ത്രിമാരും മുതിർന്ന നേതാക്കന്മാരും ഒക്കെ അദ്ദേഹത്തെ ആദരിക്കാൻ പങ്കെടുക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്രമന്ത്രിമാരും അതുപോലെ തന്നെ BJP പ്രസിഡന്റ് നിതിൻ നബീൻ തുടങ്ങിയവരുമൊക്കെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും വിട്ടുനിന്ന് വി ശിവൻകുട്ടി. രാവിലെ 9:30 ആരംഭിച്ച ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് ശിവൻകുട്ടി നിൽക്കുന്നത്. വി ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കുന്നതിലുള്ള എതിർപ്പ് മൂലമാണ് വിട്ടുനിൽക്കലെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് ഫല അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നാണ് വി ശിവൻകുട്ടി വിട്ടുനിൽക്കുന്നത്. CPIMന്റെ സംസ്ഥാന സമിതി അംഗമായ വി ശിവൻകുട്ടി തിരുവനന്തപുരത്തെ എല്ലാ സംഘടനാ യോഗങ്ങളിലും മുടക്കമില്ലാതെ പങ്കെടുക്കുന്ന നേതാവാണ്. മന്ത്രിയായിരുന്നപ്പോഴടക്കം ഒരു തവണ പോലും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും മാറി നിൽക്കുന്ന പതിവ് വി ശിവൻകുട്ടിക്കില്ലായിരുന്നു. അതേസമയം അതൃപ്തി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെ അറിയിച്ചതായാണ് വിവരം. CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും വി ശിവൻകുട്ടി വിട്ടുനിൽക്കുന്നതായ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. രാവിലെ 9:30 ആരംഭിച്ച ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നൊക്കെയാണ് വി ശിവൻകുട്ടി വിട്ടുനിൽക്കുന്നത് എന്നൊരു വിവരം ലഭിക്കുന്നത്. വി ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിച്ചിരുന്നു. ഇതിന്മേലുള്ള ഒരു എതിർപ്പ് മൂലമാണ് വി ശിവൻകുട്ടി ഇത്തരത്തിൽ വിട്ടുനിൽക്കുന്നത് എന്നൊരു വിവരം ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫല അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നാണ് വി ശിവൻകുട്ടി വിട്ടുനിൽക്കുന്നത്. CPIMന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ് വി ശിവൻകുട്ടി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ എല്ലാ സംഘടനാ യോഗങ്ങളിലും മുടക്കമില്ലാതൊക്കെ പങ്കെടുക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോഴാണ് ഇപ്പോൾ മന്ത്രിയായിരുന്നപ്പോഴടക്കമൊക്കെ ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പതിവ് വി ശിവൻകുട്ടിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പതിവ് തെറ്റുകയാണ്. അതൃപ്തി CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വി ശിവൻകുട്ടി ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ്. തന്റെ പതിവ് തെറ്റിച്ചിരിക്കുന്നു. CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയിൽ നിന്നും ശിവൻകുട്ടി വിട്ടു നിൽക്കുന്നതായാണ് വിവരം. ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ഐസ്ലാൻഡിനെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കായിരുന്നു അർജന്റീനയുടെ വിജയം. ലയണൽ മെസ്സി, റോഡ്രിഗോ ഡി പോൾ, എൽസോ ഫെർണാണ്ടസ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ രണ്ടാം പകുതിയിലാണ് ഇറങ്ങിയത്. 70 മിനിറ്റിൽ കളത്തിലിറങ്ങിയ മെസ്സി 2 മിനിറ്റുകൾക്ക് ശേഷം പെനാൽറ്റിയിലൂടെയാണ് ഗോൾ നേടിയത്. 86 മിനിറ്റിൽ തിയാഗോ അൽമാഡ നേടിയ ഗോളിലൂടെ 3 ഗോളുകൾ തികച്ചു. ഇതോടെ സന്നാഹ മത്സരത്തിൽ അർജന്റീന വരവറിയിച്ചു. ജൂൺ 17-നാണ് അർജന്റീനയുടെ ആദ്യ മത്സരം. അൾജീരിയയാണ് അർജന്റീനയുടെ ആദ്യ എതിരാളികൾ.